അപ്പോൾ ഇതൊരു RIC ടൈപ്പ് ഹിയറിംഗ് എയ്ഡാണ്. ഇതൊരു RIC ഹിയറിംഗ് എയ്ഡാണ്. ഇതൊരു RIC ഹിയറിംഗ് എയ്ഡാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഹിയറിംഗ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം പുറകിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മൈക്ക് പോർട്ടാണ്. ഇവിടെ കുഞ്ഞു ഹോളുകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പുഷ് ബട്ടൻ്റെ മുകളിലായിട്ട് കുഞ്ഞൊരു ഹോളുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം മൈക്കിലോട്ടുള്ള പോർട്ടുകളാണ്, മൈക്ക് ഇരിക്കുന്നതിൻ്റെ ഗ്യാപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു ബ്രഷ് ഹിയറിംഗിൻ്റെ മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബ്രഷ് കിട്ടും. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ ചാടി കയറി ഒരു തുണി വെച്ച് വൈപ്പ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ആ ഇരിക്കുന്ന പൊടി വീണ്ടും അതിൻ്റെ അകത്തോട്ട് കയറി പോകത്തുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ എപ്പോഴും ഒരു ബ്രഷ് എടുക്കുക. ഈ ഒരു പോർട്ടുകൾ, ഈ ഒരു പോർട്ടിൻ്റെ അകത്തോട്ടാണ് മൈക്കുകൾ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു പോർട്ടുകൾ ആദ്യം ഇങ്ങനെ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഇതാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് പോകുന്ന ബുഷ് അല്ലേ. അപ്പോൾ ഈ ഒരു ബുഷ് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കുമ്പോൾ ഈ ഒരു വെള്ള ഗാർഡ് ഉണ്ട്, കണ്ടോ, വാക്സ് ഗാർഡ്. ഈ ഒരു വാക്സ് ഗാർഡ് വേണമെങ്കിലും ഇതുപോലെ ബ്രഷ് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു വാക്സ് ഗാർഡ് നമുക്ക് മാറ്റാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ബ്രഷ് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ ഒരു ബുഷും ഈ ഒരു ഡോമും ക്ലീൻ ആണോ എന്നുള്ളത് നോക്കുക. ഇതിൻ്റെ അകത്ത് വാക്സോ അങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് തിരിച്ച് ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ ഇതും ബ്രഷ് ചെയ്തതിന് ശേഷം തിരിച്ച് അതുപോലെ വയ്ക്കുക. ഓക്കെ, റീചാർജബിൾ ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ് കോൺടാക്ട് ഏരിയ കാണും. എല്ലാ ഹിയറിംഗ് എയ്ഡ്സും, എല്ലാ RIC ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സിനും ഇതുപോലെ ഒരു ചാർജിങ് കോൺടാക്ട് ഏരിയ കാണണമെന്നില്ല. ബട്ട് ചില ടൈപ്പിന് ഈ ഒരു ഗാൽവനിക് ചാർജിങ് യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡുകളാണെങ്കിൽ ഇതുപോലൊരു ചാർജിങ് കോൺടാക്ട് ഏരിയ കാണും. അപ്പോൾ ഈ ഒരു ചാർജിങ് കോൺടാക്ട് ഏരിയ ക്ലീൻ ആയിട്ട് ഇരുന്നാലേ എൻ്റെ സംഭവിക്കുള്ളൂ, ചാർജ് കയറുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ വൈപ്പ് ചെയ്യുമ്പോൾ, കോട്ടനൊക്കെ വെച്ച് വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ചാർജിങ് കോൺടാക്ട് ഏരിയയും നല്ലോണം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റീചാർജബിൾ ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ആണ്. ഇതിപ്പോൾ ബാറ്ററി ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ആണ്. ബാറ്ററി ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ആകുമ്പോൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്യുന്ന കൂട്ടത്തിനകത്ത് ഈ ഒരു ബാറ്ററി ഇടുന്ന ഭാഗവും കൂടി നല്ലോണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ വെച്ചിരിക്കുക. എല്ലാം ക്ലീൻ ആണോ, എന്തെങ്കിലും പൊടി ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണിയോ എടുക്കുക, ജസ്റ്റ് ഒന്ന് സാനിറ്റൈസർ ഒന്ന് മുക്കുക, എന്നിട്ട് ഇത് വൈപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാ കമ്പനിയുടെ ഹിയറിംഗ് എയ്ഡ്സിലും മൈക്കിൻ്റെ പോർട്ട് ഇതുപോലെ ആയിരിക്കില്ല. ഇതിപ്പോൾ വേറൊരു കമ്പനിയുടെ ഹിയറിംഗിനാണ്, കണ്ടോ. ഇതിൻ്റെ മൈക്കിൻ്റെ പോർട്ട് ഇതൊരു പോർട്ടാണ്, ഇതൊരു പോർട്ടാണ്. ഇവിടെ ഈ ഒരു 2 പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കണ്ടോ, ഇത് ഈ ഒരു സൈഡിലൊരു പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഓൾസോ ഇവിടെ കുഞ്ഞായിട്ടൊരു പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഓരോ കമ്പനിക്കും മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റ്, ആ ഒരു പോർട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ബ്രഷ് ചെയ്യുക, അതിനുശേഷം മാത്രം ഇതുപോലെ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ കോട്ടണോ എടുത്ത് വൈപ്പ് ചെയ്യുക. ഓക്കെ.